കൊല്ലം കുന്നത്തൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ശാസ്താംകോട്ട തടാക സംരക്ഷണം പ്രധാന ചർച്ചാ വിഷയമാക്കി NDA. തടാക സംരക്ഷണമാണ് പ്രചാരണത്തിൽ മുഖ്യ വിഷയമെന്ന് NDA സ്ഥാനാർത്ഥി ജിതിൻ ദേവ് പറഞ്ഞു. കുന്നത്തൂർ ജില്ലാ ഡിവിഷനിൽ ഇത്തവണ തീപാർന്ന പോരാട്ടമാണ് നടക്കുന്നത്. കുന്നത്തൂരുകാരുടെ ഏറ്റവും വലിയ നൊമ്പരമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിലെ ജലനിരപ്പ് ദിനംപ്രതി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് വലത് മുന്നണികൾ എല്ലാ തെരഞ്ഞെടുപ്പിലും തടാക സംരക്ഷണം വാഗ്ദാനം നൽകുമെങ്കിലും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. തടാകത്തിനായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയ 65 ലക്ഷം രൂപ 3 സാമ്പത്തിക വർഷം പുതുക്കി നൽകിയെങ്കിലും പിന്നീട് പാഴാവുകയായിരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ജില്ലാ ഡിവിഷൻ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി. യുവമോർച്ച മുൻ അധ്യക്ഷനും നിലവിൽ BJP ജില്ലാ സെക്രട്ടറിയുമായ VS ജിതിൻ ദേവാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. എല്ലാ പ്രദേശങ്ങളിലും BJPക്ക് അനുകൂലമായ ജനവികാരമാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സഹായം ലഭിക്കാത്ത ഒരു വീട് പോലും ഈ ജില്ലാ ഡിവിഷൻ്റെ പരിധിയിലില്ല. നമ്മളുടെ വികസന പ്രശ്നങ്ങൾക്ക് മുൻപ് ഭരിച്ചിരുന്നവർക്ക് യാതൊരു തരത്തിലുള്ള പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ശാസ്താംകോട്ട കായൽ ഇന്നും കണ്ണീർ തടാകമായിട്ട് നിൽക്കുകയാണ്. നമ്മളുടെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് വലിയ തോതിലുള്ള കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം, തൊഴിലില്ലായ്മ, ധാരാളം നീറുന്ന പ്രശ്നങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. മാറി മാറി ഭരിച്ച ഈ ഇരു മുന്നണികൾക്കും ഒരു സഹായവും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തടാക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ നടന്ന ജലസ്വരാജ് മിഷന്റെ പ്രധാന സംഘാടകനുമാണ് ജിതിൻ ദേവ്. ഇരു മുന്നണികൾക്കുമെതിരായ ഒരു വികാരം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ്. ജനം, കൊല്ലം.